കുതിച്ചുയർന്ന വിവാഹ ചിലവുകൾ. വിവാഹത്തിനായി കേരളക്കരയിൽ ഒരു വർഷം പൊടി പൊടിച്ചത് 22,810 കോടി രൂപ. സേവ് ദ ഡേറ്റ്, ബ്രൈഡ് ടു ബി, ഹൽദി തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് ഒരു വിവാഹം ഇന്ന് നടക്കുന്നത്. ഇതിനെല്ലാമായി വലിയ തുക തന്നെയാണ് വീട്ടുകാർ ചിലവാക്കുന്നത്. വിവാഹ സംബന്ധമായ ചിലവുകൾ കേരളത്തിൽ അടുത്ത കാലത്തായി വൻതോതിൽ കൂടിയതായാണ് പുറത്തുവരുന്ന പഠന റിപ്പോർട്ട്. ഇത്തരത്തിൽ ഒരു വർഷം 22,710 കോടി രൂപ വിവാഹ ചെലവുകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ കേരള പഠനം വ്യക്തമാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വിവാഹം ട്രെൻഡായി മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ പരിപാടികളും ചടങ്ങുകളും ചിലവുകൾ വർദ്ധിപ്പിക്കുകയാണ്. 2004 ഇത് 6,787 കോടി രൂപയായിരുന്നു. ഇത് 22,810 കോടി രൂപയിലെത്തിയത് വലിയ മാറ്റം തന്നെയാണ്. ഏതൊരു കുടുംബത്തെയും കടത്തിലെത്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വലിയ ചിലവുകൾ വിവാഹവും പിന്നെ മുൻകൂട്ടി അറിയാൻ സാധിക്കാത്ത ചികിത്സ ചിലവുമാണ്. എന്നാൽ ഇതിൽ വിവാഹത്തിന് തന്നെയാണ് ചിലവ് കൂടുതൽ വരുന്നത്. സംസ്ഥാനത്തെ മൊത്തം കുടുംബ വരുമാനത്തിന്റെ ഏകദേശം 8% വരും ഇത്. 2004 വരെ താരതമ്യേന വിവാഹ ചെലവ് കുറവുള്ള വിഭാഗമായിരുന്നു ആദിവാസികൾ. എന്നാൽ 2019 പഠനത്തിൽ ഇവർക്കിടയിൽ തന്നെ 10 ഇരട്ടിയോളമാണ് വിവാഹ ചെലവ് വർദ്ധിച്ചതായി കണക്കാക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ 7 ഇരട്ടിയിലേറെ വർധനവുമായാണ് ക്രിസ്ത്യൻ മുന്നോക്ക വിഭാഗം ഉള്ളത്. SC വിഭാഗത്തിൽ 5.5യോളമാണ് ചെലവ് വർധനവ്. സ്ത്രീധനം, ആഭരണങ്ങൾ എന്നിവയ്ക്കായാണ് കൂടുതൽ ചെലവാക്കേണ്ടി വരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീധനം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ഈ കാലയളവിൽ വലിയ കുറവുണ്ടായതായും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സ്വർണത്തിന്റെ വിലയിലുണ്ടായ ഭീമമായ വർധനവ് കണക്കിലെടുക്കുമ്പോൾ ഇതിനുവേണ്ടി വരുന്ന തുകയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ക്രിസ്ത്യൻ മുന്നോക്ക വിഭാഗവും ഹിന്ദു മുന്നോക്ക വിഭാഗവുമാണ് വിവാഹത്തിൽ 1-2 സ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇനിയും കാലം ചെല്ലുന്തോറും ട്രെൻഡ് അനുസരിച്ച് മാറി മാറി വരുന്ന മാറ്റങ്ങൾ, വിവാഹ ചെലവിൽ വരുന്ന വ്യത്യാസം എങ്ങനെയെന്ന് കണ്ടറിയാം.